ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയ്സ് ഡയറീസ്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു മാരേജിന് പോകുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഇളേശിയും ഇക്കയുടെ ഉമ്മയും ഇക്കയും പിള്ളേരെല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ ഇക്കയുടെ അനിയത്തിയുടെ ഇളേശിയുടെ ബ്രദറിൻ്റെ മാരേജാണ് നടക്കുന്നത്. മുടപ്പുലൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ മാരേജ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഷഫ്നിയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചിട്ടും താത്ത എന്നെ മാത്രം സൂം ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു മയിലിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തിങ്ങനെ പോകുന്നുണ്ട്. അതിനെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും അതിനെ കണ്ടപ്പോൾ നല്ല ആകാംക്ഷയായിരുന്നു. മയിലിങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ പൊതുവേ കാട്ടിലും അങ്ങനെയൊക്കെ ഇല്ലേ കാണാറ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളിതാ മണ്ഡപം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. എല്ലാം പെട്ടെന്ന് വേഗം ഒന്നും കൂടെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇക്ക വണ്ടി പാർക്ക് ചെയ്തു. ഇതെൻ്റെ ഇക്കയുടെ അനിയത്തിയാണ് കേട്ടോ. ഇക്കയുടെ അനിയത്തി എവിടെ മാളു എവിടെ ഊട്ടി റോസൊക്കെ കിട്ടി? വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് എൻ്റെ നാത്തോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് മണ്ഡപത്തിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളോ പാത്രത്തിലൂടെ ഒരുമിച്ച് കയ്യിൽ പോയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ അനിയത്തി, അതായത് എൻ്റെ നാത്തോൻ്റെ ഇളേശി എന്ന് പറഞ്ഞത് അതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം കല്യാണമൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണ പെണ്ണും കല്യാണ ചെക്കനൊക്കെ അടിപൊളി ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പാക്കിൽ നിൽക്കുന്നതാണ് നാത്തോൻ്റെ മോനാണ് കേട്ടോ അത്. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുക വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ സിയാദാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് എടുക്കാനൊക്കെ ഉദ്ദേശിച്ച് ചെയ്താണ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നാത്തോനാണെങ്കിൽ ഞങ്ങളിങ്ങനെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ വീട്ടിൽ ഫംഗ്ഷനാണല്ലോ ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ നാത്തോൻ ഇങ്ങനെ അത് കഴിക്കുകയെല്ലാം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് പാത്തു നല്ല സൂപ്പറായിട്ട് ചിക്കൻ വറുത്ത് മാത്രം എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്ത് വന്നപ്പോൾ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടക്കണം. കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും പുറത്ത് വന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. ഉമ്മാക്ക് നല്ല ജലദോഷം ആയതുകൊണ്ട് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പാത്തൊക്കെ കണ്ടില്ലേ കഴിക്കുന്ന അമരം മൊത്തം തേച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഒരു പ്രശ്നം പുറത്ത് വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ബായൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നാത്തോനോട് ഞങ്ങൾ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ മറ്റ് വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.